നമസ്കാരം. ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ സ്ത്രീപീഡന കേസിൽ കോടതി വിധി പറഞ്ഞു. ഈ കേസിൽ 1-2 വർഷമല്ല, തുടർച്ചയായ 9 വർഷമാണ് ഒരു സ്ത്രീയെ 50ഓളം പേർ ബലാത്സംഗം ചെയ്തത്. അതിന് കൂട്ടുനിന്നതാകട്ടെ സ്വന്തം ഭർത്താവും. ഭാര്യയ്ക്ക് മയക്കുമരുന്ന് നൽകിയ ശേഷം അന്യപുരുഷന്മാരെ വീട്ടിൽ വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ഭർത്താവ് ഒത്താശ ചെയ്യുകയായിരുന്നു. എന്നിട്ട് അതിൻ്റെ വീഡിയോ ചിത്രീകരിച്ച് രസിച്ച് കാണുകയായിരുന്നു ഈ സൈക്കോ ഭർത്താവിൻ്റെ രീതി. 71-കാരിയായ ഗിസലെ പെലിക്കോട്ടിൻ്റെ മുൻ ഭർത്താവ് ഡൊമിനിക് പെലിക്കോട്ടിനെ വ്യാഴാഴ്ച കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി. ഡൊമിനിക്കിന് 20 വർഷത്തെ ജയിൽ ശിക്ഷയാണ് വിധിച്ചത്. ഒരു പതിറ്റാണ്ടിനടുത്ത് ഭാര്യയ്ക്ക് മയക്കുമരുന്ന് നൽകുകയും അപരിചിതരെ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്യിച്ച് വീഡിയോ കണ്ട് രസിക്കുകയും ചെയ്ത ഭർത്താവിൻ്റെ കേസ് ഫ്രഞ്ച് മാധ്യമങ്ങളിൽ മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വലിയ വാർത്തയായിരുന്നു. ശിക്ഷയുടെ 1/2 കാലാവധി പൂർത്തിയാകും വരെ ഡൊമിനിക് പെലിക്കോട്ടിന് പരോളിനും അർഹതയുണ്ടായിരിക്കില്ലെന്ന് അവിഗ്നണിലെ ക്രിമിനൽ കോടതി ജഡ്ജി റോജർ അരാറ്റ പ്രഖ്യാപിച്ചു. മറ്റ് 50 പ്രതികളെയും 27 മുതൽ 74 വയസ്സ് വരെ പ്രായമുള്ളവർ കോടതി കുറ്റക്കാരെന്ന് വിധിച്ചു. 3 മുതൽ 20 വർഷം വരെയാണ് ഇവരിൽ മിക്കവർക്കും ജയിൽ ശിക്ഷാ കാലാവധി. 4 മുതൽ 18 വർഷം വരെ കാലത്തെ ജയിൽ ശിക്ഷയാണ് മറ്റു പ്രതികൾക്ക് പ്രോസിക്യൂട്ടർമാർ ആവശ്യപ്പെട്ടത്. 3 മാസത്തെ വിചാരണയ്ക്കിടെ ഡൊമിനിക് കുറ്റം സമ്മതിക്കുകയും തന്റെ കുടുംബത്തോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. 50 പ്രതികളിൽ ഭൂരിപക്ഷം പേരും തങ്ങൾക്കെതിരായ ബലാത്സംഗ കുറ്റം നിഷേധിച്ചു. ഡൊമിനിക് തങ്ങളെ ഓൺലൈനിൽ ബന്ധപ്പെടുകയായിരുന്നുവെന്നും ദമ്പതികളുടെ സമ്മതത്തോടെയായിരുന്നു സെക്സ് ഗെയിമെന്നുമായിരുന്നു വാദിച്ചത്. ഭർത്താവ് അംഗീകരിച്ചാൽ അത് ബലാത്സംഗമാകില്ലെന്ന് വാദിച്ച് നോക്കിയെങ്കിലും വില പോയില്ല. ഭർത്താവിനെതിരായ വിചാരണ നടക്കുന്ന കോടതിയിലേക്ക് ഗിസലെ മുഖം മറയ്ക്കാതെ തല ഉയർത്തിപ്പിടിച്ചാണ് എത്തിയത്. ഏറ്റവും സുന്ദര വസ്ത്രം ധരിച്ച് കൂളിംഗ് ഗ്ലാസ് വെച്ചാണ് അവർ എത്തിയത്. തന്റെ പേരും മുഖവും മറക്കേണ്ടതില്ലെന്നും രഹസ്യ വിചാരണ വേണ്ടെന്നും അവർ പ്രഖ്യാപിച്ചു. നാണിക്കേണ്ടത് താനല്ല, തന്നെ ഉപദ്രവിച്ചവരാണെന്നും ആ 72-കാരി പറഞ്ഞപ്പോൾ സ്ത്രീ സമൂഹം അത് ഏറ്റുവാങ്ങി. ഗിസലെ പെലിക്കോട്ട് എന്ന 71-കാരിയായ 3 മുതിർന്ന കുട്ടികളുടെ അമ്മയാണ് ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പീഡനത്തിന് ഇരയായത്. ഇവരുടെ ഭർത്താവ് ഡൊമിനിക് പെലിക്കോട്ട് അടക്കം 50ഓളം പേർ കേസിലെ പ്രതികളാണ്. കേസ് വന്നപ്പോൾ മക്കൾ ഒന്നടങ്കം അമ്മയ്ക്കൊപ്പം നിന്നു. പണത്തിന് വേണ്ടിയല്ല ഡൊമിനിക് പെലിക്കോട്ട് ഇത് ചെയ്തത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഡ്രഗ് അഡിക്റ്റായ ഒരു സെക്സ് സൈക്കോയാണ് ഇയാളെന്നാണ് സംശയം. അൽസിമേഴ്സ് രോഗത്തിന്റെ ആരംഭത്തിലൂടെ കടന്നു പോകുന്ന ഗിസലയ്ക്ക് കൃത്യമായി ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അവർ ഭർത്താവിന്റെ കെണിയിൽ കുടുങ്ങുകയായിരുന്നു. ഒടുവിൽ യാദൃശ്ചികമായി ഭർത്താവ് പിടിയിലായപ്പോഴാണ് ക്രൂരമായ കൃത്യം പുറലോകം അറിയുന്നത്. 2020 നവംബറിൽ തെക്കൻ ഫ്രാൻസിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ സ്ത്രീകളുടെ നഗ്നചിത്രം പകർത്താൻ ശ്രമിക്കവെയാണ് ഡൊമിനിക് പെലിക്കോട്ട് പിടിയിലായത്. എസ്കലേറ്ററിന്റെ അടിയിൽ നിന്ന് സ്ത്രീകളുടെ ഗൗണിനൊക്കെ അടിയിലേക്ക് ക്യാമറ വെച്ച് ചിത്രം പകർത്താനാണ് ഇയാൾ ശ്രമിച്ചത്. ഞരമ്പ് രോഗിയായ ഒരു വൃദ്ധൻ എന്ന രീതിയിലാണ് പോലീസ് ആദ്യം ഈ കേസിനെ സമീപിച്ചത്. പക്ഷേ ഇയാളുടെ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടറും കണ്ടപ്പോൾ പോലീസ് നടുങ്ങി. സ്വന്തം ഭാര്യയെ ആളുകൾ ഭോഗിക്കുന്നതിൻ്റെ 20,000-ലേറെ ഫയലുകളാണ് ലാപ്ടോപ്പിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കേസിന്റെ ചുരുളഴിഞ്ഞത്. മയക്കുമരുന്നുകൾ ഭാര്യയുടെ ഭക്ഷണത്തിലോ വീഞ്ഞിലോ കലർത്തുക ഇയാളുടെ പതിവായിരുന്നു. തുടർന്ന് ഓൺലൈൻ ചാറ്റ് റൂം വഴി പുരുഷന്മാരുമായി ബന്ധപ്പെട്ട ശേഷം ഭാര്യയെ ബലാത്സംഗം ചെയ്യാൻ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. 2011-നും 2020-നും ഇടയിലാണ് ഈ പീഡനങ്ങളെല്ലാം നേരിടേണ്ടി വന്നത്. ഭാര്യ ഗിസലെ പെലിക്കോട്ടിന് മഞ്ഞു മൂടിയ പോലെയുള്ള കാര്യങ്ങളാണ് ഓർമ്മയുള്ളത്. ഭർത്താവ് തന്നോട് ചെയ്ത കൊടും ക്രൂരത കോടതിയിൽ വിവരിക്കുമ്പോൾ 71-കാരിയുടെ മുഖത്ത് നിസ്സംഗതയായിരുന്നുവെന്ന് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ നിസ്സംഗരായാണ് പ്രതി കോടതിയിൽ പെരുമാറിയത്. ഈ അതിക്രമങ്ങളിലൊക്കെ കുറ്റക്കാരനാണോ എന്ന ചോദ്യത്തിന് അതെ എന്നാണ് അയാൾ മറുപടി നൽകിയത്. അറസ്റ്റിന് ശേഷം വൈകാതെ തന്നെ അയാൾ എല്ലാ കുറ്റവും സമ്മതിക്കായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ഭാര്യയ്ക്ക് മയക്കുമരുന്ന് നൽകിയതും തുടർന്ന് ഓൺലൈൻ ചാറ്റ് വഴി ഇടപാടുകാരെ കണ്ടെത്തിയതുമെല്ലാം നിസ്സംഗമായാണ് അയാൾ വിവരിച്ചത്. പുരുഷന്മാരോട് ഏതെങ്കിലും തരത്തിലുള്ള സുഗന്ധ വസ്തുക്കളുടെയോ സിഗരറ്റിൻ്റെയോ മണം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഇയാൾ പറഞ്ഞിരുന്നു. കേസിൽ പ്രദേശത്തെ പൗരപ്രമുഖന്മാരായ 50ഓളം പേരാണ് അറസ്റ്റിലായത്. വിചാരണ നേരിടുന്ന 50 പുരുഷന്മാരിൽ ഒരു പ്രാദേശിക കൗൺസിലർ, മെയിൽ നഴ്സ്, ഒരു പത്രപ്രവർത്തകൻ, ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു ജയിൽ ഗാർഡ്, സൈനികൻ, അഗ്നിശമന സേനാംഗം, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്നിവരും ഉൾപ്പെടുന്നു. അവരിൽ ഭൂരിഭാഗവും തെക്കൻ പാരീസിലുള്ളവർ തന്നെയാണ്. അറസ്റ്റിലാകുമ്പോൾ 26-നും 73-നും ഇടയിൽ പ്രായമുള്ളവരാണിവർ. പ്രതികളിൽ പലരും കുറ്റം നിഷേധിച്ചു. ഭർത്താവ് തങ്ങളെ കബളിപ്പിച്ചെന്ന് ചിലർ ആരോപിച്ചു. സെക്സ് വർക്കർ ആണെന്ന് കരുതിയാണ് പോയതെന്നും ചിലർ പറഞ്ഞു.